ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ വ്ളോഗൊന്നും ഇടാതെ ആ ഒരു നബിദിന ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ടാണ് ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനിപ്പം എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായി, ഒന്ന് ഫ്രഷായി ഒന്ന് പിന്നെ കിച്ചണിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടൊന്ന് മുഖം കാണിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മച്ചി എഴുന്നേറ്റിട്ട് കിച്ചണിൽ ഓരോ പണിയായിട്ടുണ്ട്. അഫിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണമല്ലോ, രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഉമ്മച്ചി ഇപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുക, ഞാൻ പോയിട്ട് ഇനി ഉച്ചക്കത്തേക്ക് അവന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനുള്ളതൊക്കെ സെറ്റാക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം അവനെ വന്ന് വിളിക്കാനൊക്കെ. പിന്നെ യൂണിഫോം അയൺ ചെയ്യൽ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടിയിലേക്ക് കിടക്കണ്ട. ഓക്കെ, അപ്പം തന്നെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇനി കുറച്ച് അങ്ങോട്ടേക്ക് വോയിസ് ഓവർ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കുടിക്കുന്ന പതിവുണ്ട് കേട്ടോ. ഇപ്പോൾ തുടങ്ങിയതാണ്. പിന്നെ പണ്ട് ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും ഉമ്മച്ചി പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ അത് കുക്കർ വേണമല്ലോ. കുക്കറിലാണ് നമ്മൾ ഈ പുട്ട് ഇതുണ്ടാക്കിയത്, മറ്റേ പുട്ടുമ്പും ഇല്ല. അപ്പം അത് സെറ്റാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുക്കർ ഫ്രീ ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ പുട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ പയറ് ശരിയാക്കി എടുക്കാൻ കേട്ടോ. എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ ചെറിയുള്ളിയും പിന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ, ചുമന്ന മുളക്, അതും കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ജസ്റ്റ് മിക്സാക്കി എടുത്തേ ഉള്ളൂ. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ചെറുപയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടും ചെറുപയറുമാണ് കേട്ടോ. അത് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നെയ്ച്ചോറിൻ്റെ പരിപാടിയിലേക്ക് കടന്നത്. പിന്നെ ഉമ്മച്ചി ഇത് ഏകദേശം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അഫീനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ പോയി. അപ്പോൾ ഞാനിന്ന് നെയ്ച്ചോറൊക്കെ വെക്കുന്നതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞു ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ പിന്നെ രണ്ടിനും കൂടി, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതൊക്കെ, രണ്ടിനും കൂടി ഒരു സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചി ആ വഴി അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇന്ന് മോളും കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അവളെ ഞാൻ മറ്റുമ്മച്ചിനെ ഏൽപ്പിച്ചേക്കുവാണ് ഫീഡൊക്കെ ചെയ്തിട്ട്. പിന്നെ ഞാൻ നെയ്ച്ചോറിനുള്ള അരി ഒരു ഗ്ലാസ് അത്ര മതിയല്ലോ, അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ട്സ് അതുപോലെ തന്നെ മുന്തിരി ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമ്മൾ ആ കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏലക്ക, അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ വേറെ ഈ കുക്കുംബർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്യാരറ്റും പിന്നെ സവോള മാത്രം ഇടാമെന്ന് ഓർത്തു. പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ഇങ്ങനെ എരിയുണ്ടാന്ന് വിചാരിച്ചിട്ടേ അത് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അതിനും കൂടി വേണ്ട ക്യാരറ്റാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം പിന്നെ സവോള അരിഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നെയ്ച്ചോറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടുമല്ലോ സവോള, അതിനും കൂടിയുള്ള സവോള അരിഞ്ഞ് വെച്ചു. അത് എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഇതുണ്ടാക്കാൻ തുടങ്ങുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുക്കറിലായതുകൊണ്ട് ഒത്തിരി താമസമൊന്നും എടുക്കില്ലല്ലോ, ഒറ്റ വിസിലിൽ പരിപാടി കഴിയും. പിന്നെ അഫിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. അല്ലാതെ ചോറ് കറികളിലോടൊന്നും വലിയൊരു താല്പര്യമില്ല. പിന്നെ ഇങ്ങനെയുള്ളത് നമുക്ക് എന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോ ഇട്ടപ്പം ഇങ്ങനെ നെയ്ച്ചോറാന്നൊക്കെ പറഞ്ഞ് ഇട്ടപ്പോഴത്തേക്കും ഒരു കമൻറ്റ് വന്നായിരുന്നു, ഓ ഇതാണോ നിങ്ങളുടെ സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മളിത് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഫുഡൊന്നും അല്ല, വല്ലപ്പോഴും മാത്രമാണ് ഈ നെയ്ച്ചോറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കാറുള്ളൂ. നെയ്ച്ചോറായിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, തേങ്ങാച്ചോറായിക്കോട്ടെ, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സ്പെഷ്യലാണ്. എല്ലാ ദിവസമൊക്കെ ഇത് കഴിക്കുന്നവർക്ക് അതങ്ങനെ സ്പെഷ്യൽ ആയിരിക്കണമെന്നില്ല. എന്തുകൊണ്ടാണ് ആ കമൻറ്റ് ഇട്ടതെന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ടൊക്കെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കണം. പക്ഷെ നമുക്കിതൊക്കെ സ്പെഷ്യൽ ഫുഡ് തന്നെയാണ് കേട്ടോ, നമ്മൾ പാവങ്ങളാടേ. ഓക്കെ, അപ്പം എന്തായാലും സവോള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എന്നോടാണെങ്കിൽ ഈ അവധിയുടെ സമയത്ത്, ഓണാവധിയുടെ സമയത്ത് തന്നെ അഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കിനി സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തന്നെ എന്നുള്ളത്. പക്ഷേ അന്ന് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, സാധനങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അവൻ പറഞ്ഞതുകൊണ്ട് എന്തായാലും പിറ്റേ ദിവസം തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇങ്ങനത്തെ സ്പെഷ്യൽ ഫുഡുള്ള ദിവസങ്ങളിൽ ആൾ കുറച്ചൊരു ഹാപ്പിനെസ് കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നു കേട്ടോ. വന്നപ്പോഴത്തേക്കും ഇന്ന് ലഞ്ചിന് എന്താ ഉമ്മയെന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്
എന്താ നെയ്ച്ചോറ് അമ്മനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു കേട്ടോ. ആ ഒരു ഹാപ്പിനെസ് കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇത് സാലഡിനുള്ള സവോള അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് തൈരും പിന്നെ ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ സാലഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുക്കർ ഫ്രീ ആയി. അതൊന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അങ്ങനെ എല്ലാം അരിഞ്ഞ് പറക്കി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാലഡും സെറ്റാക്കി ഇനിയിപ്പോൾ ഇത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് അവിടെയും കുക്കറൊക്കെ ഫ്രീ ആയിട്ട് ഉമ്മിച്ച് കഴുകി സെറ്റാക്കി തന്നു കേട്ടോ. മറ്റേ പുട്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആക്കി ഉമ്മിച്ച് അതൊന്ന് കഴുകി തന്നിട്ടുണ്ട്. പിന്നെ ഉമ്മിച്ച് അങ്ങോട്ടേക്ക് പോയി, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ മുന്തിരി പിന്നെ സവോളയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അത് ഉണ്ടായിരുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി ആദ്യം മുതൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ നമ്മുടെ ആ ഒരു കറുവപ്പട്ട അതുപോലെ തന്നെ ഗ്രാമ്പൂ പിന്നെ ഏലക്കയൊക്കെ ഒന്നിട്ട് ഫ്രൈ ചെയ്തു. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം അരിയും കൂടി നമ്മൾ അളന്ന് വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ജസ്റ്റ് ആ ഒരു അതൊന്ന് ഫ്രൈ ചെയ്യാൻ കുറച്ചൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ്. പിന്നെ നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്, പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല, പകുതി സാധനങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മളിതേ കുക്കർ അടച്ച് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ മതി കേട്ടോ, അപ്പോഴേക്കും കറക്റ്റ് വേവാണത്. അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടാണെങ്കിൽ ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചപ്പോഴത്തേക്കും കുറച്ചൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാകുമ്പോഴത്തേക്കും നമ്മുടെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാനതൊന്ന് നന്നായിട്ട് തുടച്ച് വെക്കുന്നുണ്ട്. വെള്ളം ഉണ്ടായിരുന്നേ, ഇത് തലേദിവസം അവൻ വരുന്ന സമയത്ത് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കുന്നുണ്ട്. ആ സമയത്ത് ഉമ്മിച്ച് അവനെ പോയി കുളിപ്പിച്ച് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുവിടും. സാധാരണ ഞാനാണത് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി. മാത്രമല്ല ഈ വീഡിയോയും കൂടി എടുക്കാനുള്ളത് കൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് നീങ്ങൂല. അപ്പോൾ അതുകൊണ്ട് ഉമ്മിച്ച് ആ സമയത്ത് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല നിതിമോട് മറ്റുമ്മിച്ചിയുടെ അടുത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ടിഫിൻ ബോക്സിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പുട്ട് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന് പാടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയർ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫീഡ് ചെയ്യുന്നവർക്ക് നല്ല ബെസ്റ്റ് സാധനമാണ് ചെറുപയർ എന്ന് പറയണേക്കാം. പിന്നെ അഫിക്കൊന്നും ആദ്യമൊന്നും ചെറുപയറൊന്നും കഴിക്കുകയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഈ ചെറുപയറെന്നല്ല അവൻ ഒരു സാധനം കഴിക്കില്ലായിരുന്നു. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അവൻ്റെ കേസിൽ. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ അവിടെ എല്ലാം കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നത് കൊണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പക്കായായി. അതിലെനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ടെൻഷനേ ഇല്ല. കാരണം സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെയാണ് ഇത്രയും വലിയൊരു മാറ്റം വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമ്മൾ എടുത്തു വെച്ചു. പിന്നെ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആവിയൊക്കെ കളഞ്ഞ് അവിടെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നല്ല കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ട്സും അതുപോലെ സവോളയും പിന്നെ മുന്തിരി ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട്, കാരണം അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേളിലും കുറച്ച് വെതർ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചു. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കുക്കറിൽ വെക്കുന്നതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പരിപാടിയും കഴിഞ്ഞ് നന്നായിട്ട് ആവുകയും ചെയ്യും കേട്ടോ. മറ്റത് പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി വെക്കാനും പറ്റില്ല. നമ്മൾ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വെക്കാറില്ല കേട്ടോ, അല്ലാതെ മറ്റേ പാത്രത്തിലാണ് വെക്കുന്നത്. ഇതിപ്പോൾ അഫിക്ക് വേണ്ടിയിട്ട് മാത്രമാകുമ്പോൾ ഇതിലാണ് എളുപ്പം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള പാത്രം, അതായത് ബിരിയാണി പോട്ട് ഭയങ്കര വലുതാണ്, അതുകൊണ്ട് അതിൽ നടപടിയില്ല. പിന്നെ ഇത് കറക്റ്റ് പാകത്തിനുള്ള കുക്കറാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
അപ്പം ഞാൻ പറഞ്ഞല്ലോ ലഞ്ച് ബോക്സിലേക്ക് നെയ്ച്ചോറ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയും അതുപോലെ തന്നെ സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലർക്ക് അത് ഒത്തിരി ഉണ്ടാവുന്നത് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധനം ഉള്ളത്. പിന്നെ അഫിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതും വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാലഡ് ഉണ്ടല്ലോ, അതും കൂടി എൻ്റെ ആ ഒരു ചെറിയ കറിപ്പാത്രത്തിൽ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ക്യാമറ ഓഫാക്കിയതിന് ശേഷം അതൊന്ന് കഷ്ണാക്കിയിട്ട് മുറിച്ച് വെച്ചു. അല്ലെങ്കിൽ പിന്നെ അവന് പാടായിരിക്കും. അവൻ ഇവിടെ ആണെങ്കിലും ഈ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ചിക്കൻ ഇങ്ങനെ മുറിച്ചിട്ട് തരാനൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ പിച്ചുമ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ കുപ്പിയിലേക്ക് വെള്ളവും കാര്യങ്ങളെല്ലാം ഒഴിച്ച് അത് ബാഗിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അവനെ എല്ലാം റെഡിയാക്കി നമ്മളിത് മുൻവശത്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ. അവൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം നമ്മളിത് ഇങ്ങനെ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും മുൻവശത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കും. പിന്നെ മോളാണെങ്കിൽ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചേക്കുന്നത് കൊണ്ട് ഇതെന്താന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. ചിലപ്പോൾ ഞാൻ കൊണ്ടുവിടും, ചിലപ്പോൾ ഉമ്മച്ച് കൊണ്ടുവിടും, ചിലപ്പോൾ അത്തച്ചി കൊണ്ടുവിടും. അത്തച്ചി പോയില്ല എന്നുണ്ടെങ്കിൽ അവനെ ആ ബസ് കയറ്റി വിട്ടിട്ട് ആ വഴി അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യണത്. പിന്നെ വൈകുന്നേരം മിക്കവാറും അത്തശ്ശി ആയിരിക്കും കേട്ടോ വിളിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ കറക്റ്റ് 8:35 ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങും. 8:40 ആകുമ്പോഴത്തേക്കും കറക്റ്റ് ബസ് വരും. വൈകുന്നേരം ഒരു 4:15, 4:30 ആ ഒരു ടൈമിനുള്ളിൽ വന്നെ കേട്ടോ. അപ്പം ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൻ പോകാൻ ഇറങ്ങേണ്ട. ഇന്നിപ്പോൾ ഉമ്മച്ചിയാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അങ്ങനെ ഉമ്മച്ചിയും അവനും കൂടി ഇതേ നടന്നു പോകുന്നതാണ്. അപ്പം അതിനുശേഷം അവൻ പോയതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ് ഒന്നും കുടഞ്ഞു വിരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് സെറ്റാക്കാതെ എനിക്കൊന്നും സമാധാനമില്ല. ഇന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും മക്കൾ എഴുന്നേൽക്കാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം പോയ ഉടനെ തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി അത് ആദ്യം തന്നെ റെഡിയാക്കി ഇടും. പിന്നെ അവളെ ഒന്ന് ഫീഡ് ചെയ്യിച്ചിട്ട് അവൾ ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് കിടന്നുറങ്ങും കേട്ടോ. പിന്നെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് കുളിപ്പിക്കുന്നത്. ചില ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ ആ ഒരു ടൈമിൽ കിടന്നുറങ്ങും. പിന്നെ അവൾ ഉറങ്ങിയില്ല കേട്ടോ ഇന്ന്. അപ്പോൾ മറ്റു മെഷീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചായ കുടിച്ചു. പുട്ടും ചെറുപയറും പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വീഡിയോ ഒന്ന് എടുക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അവൾ കിടന്നത് ബഹളമായിരുന്നു. ഉടനെ എടുത്ത് മടിയിൽ വെച്ചതാണ്. ഇപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും, പിന്നെ വീണ്ടും തുടങ്ങും. കാരണം എടുത്തുകൊണ്ട് നടക്കണം, അതാണ് ഇഷ്ടം. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കണം, അതാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അഫി പോയി കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ ഒന്ന് ഈ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വിരിച്ചു. പിന്നെ പോയി ചായ കുടിച്ചിട്ടു. അതിനു മുമ്പ് തന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ച് ബോക്സ് വീഡിയോ ഇവൻ പോയ ഉടനെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒരു 10:30-ക്കുള്ളിൽ മാക്സിമം, അല്ലെങ്കിൽ 11 മണി. അതിന് കഴിഞ്ഞ് പോയില്ല സാധാരണ. അപ്പം പെട്ടെന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പോയി ചായ കുടിച്ചതൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇപ്പോൾ വിശ്വസിച്ച് കിടത്തിട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കമന്ന് അങ്ങ് പോകും. ആ കട്ടിലിൽ ഒരറ്റത്ത് കിടത്തുകൊണ്ടെങ്കിൽ അങ്ങേ അറ്റത്തേക്ക് കമന്ന് പോയി ഭിത്തിയിലേക്ക് കൊണ്ട് ചിലപ്പോൾ തലയൊക്കെ ഇടിക്കും. അതുകൊണ്ട് അങ്ങനെ കിടത്തിയിട്ട് പോലില്ല. നോക്കിയിരിക്കുന്നുണ്ടല്ലേ, ഇതെന്തോ സംഭവം ഓർത്തായിരിക്കും അല്ലേ? എന്തോ അത് ഇപ്പോൾ കറക്റ്റ് 5 മാസം കഴിഞ്ഞു കേട്ടോ. അടുത്ത 11-ാം തീയതി ആകുമ്പോഴത്തേക്കും 6 ആകും. അപ്പം ചോറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഉമ്മിച്ചാണെങ്കിൽ അവളെ കുളിപ്പിച്ച് തന്നു കേട്ടോ. അപ്പം കുറച്ച് നേരം എണ്ണയൊക്കെ തേപ്പിച്ച് കിടത്തി കുളിപ്പിച്ച് തന്നു. അപ്പോഴേക്കും ഞാനാണെങ്കിൽ അവളെ ഫീഡ് ചെയ്തപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി. കാരണം കുറേ സമയമായല്ലോ എഴുന്നേറ്റിട്ട്. അങ്ങനെ പിന്നെ ഉറങ്ങുമ്പോഴാണ് ഞാനിങ്ങനെ ഇതുപോലെ പിരിവൊക്കെ വരച്ച് കൊടുക്കാറുള്ളൂ, കണ്ണൊക്കെ എഴുതിക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എഴുതിക്കാറൊന്നുമില്ല കേട്ടോ. അഫിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഭയങ്കരമായിട്ട് എഴുതായിരുന്നു ഞാൻ. പിരികും അതുപോലെ തന്നെ കണ്ണും പിന്നെ വലിയൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കായിരുന്നു. പക്ഷേ ഇവക്ക് ഞാൻ അങ്ങനെ അന്ന് ഇതിൻ്റെ വിവരം ബോധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല അത്ര കൺമഷി ഒന്ന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നൊന്നും എനിക്ക് അത്ര തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഭയങ്കരമായിട്ട് വാരി വലിച്ച് എഴുതാറൊന്നുമില്ല. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പിരിവെഴുതി കൊടുക്കും, പിന്നെ ഒരു കൂട്ടം തൊട്ട് കൊടുക്കും. പിന്നെ തോന്നിയാൽ ചിലപ്പോൾ കണ്ണു എഴുതും, അത്രയേ ഉള്ളൂ. അത് ഉറങ്ങിയാൽ മാത്രം. പിന്നെ അവൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം അടുക്കി പറക്കി വെച്ചു. അതിനുശേഷം കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി പിന്നെ പെട്ടെന്നൊന്ന് പോയി ഫ്രഷ് ആയിട്ട് ഇന്നിപ്പോൾ തുണി അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. ഞാൻ ചോറല്ല, രാവിലത്തെ പുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ കഴിച്ചത്.
വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ രാവിലത്തെ പയറുണ്ടായിരുന്നില്ല, അപ്പോൾ അതും പുട്ടും പിന്നെ വെണ്ടയ്ക്ക തോരനായിരുന്നു, തോരനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ട് കഴിച്ചു. പിന്നെ എല്ലാവരും കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഓരോ മൂലക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഫുഡൊക്കെ കഴിച്ച്. ഇന്നിപ്പം രാവിലെ ഒരു ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര വെയിലാണ്. വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല, ചൂട് കാരണം ഇവിടെ നിൽക്കത്തില്ല, ആ ഒരവസ്ഥ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ചൂടുണ്ടായിരുന്നില്ല, ആ ഒരു ടൈമിലാണല്ലോ നമ്മളിങ്ങോട്ട് വന്നതൊക്കെ. അപ്പം ഇപ്പോൾ ഒരു വർഷം ആവാൻ പോകണം. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നവംബറിൽ നമ്മളിവിടെ വന്നിട്ട് ഒരു വർഷമാകും. അപ്പോൾ നമ്മൾ ഈ വീട് മാറുകയാണേ. അതായത് ഒരു വർഷത്തെ എഗ്രിമെൻറ്റിലായിരുന്നു നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ നവംബർ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം പൂർത്തിയാകും. അപ്പം നവംബർ 30 വരെ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് മാറും. പിന്നെ വേറെ വീടൊക്കെ നോക്കുന്നുണ്ട്. പഴയ വീട്ടിലേക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ എനിക്കറിയില്ല, അതിനൊരു ചാൻസ് ഇല്ല, കാണുന്നില്ല. പിന്നെ വേറെ വീട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വർഷം നല്ലതായിരുന്നു ഇവിടെ വന്നിട്ട്. അയൽവക്കക്കാരൊക്കെ ആണെങ്കിലും നല്ല ഇതായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് ബഹളം അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എനിക്ക് കൂടുതലും അങ്ങനത്തെ ഉള്ള സ്ഥലത്ത് ഇരിക്കാനാണ് ഇഷ്ടം. കാരണം നമ്മുടെ അവിടുത്തെ വീടെന്ന് പറയുമ്പോഴത്തേക്കും റോഡ് സൈഡാണ്, പിന്നെ കടയുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആൾക്കാരും ഈ വണ്ടിയുടെ സൗണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുക, വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. എന്തായാലും നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് കാണുന്നൊരു ഇതാണല്ലോ ഇത്. അപ്പോൾ പിന്നെ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ പോലും ഈ റൂമിൽ കയറി വാതിലടച്ചാൽ മതി, വേറെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഒരു വർഷം കടന്നു പോയതേ അറിഞ്ഞില്ല കേട്ടോ. എത്ര പെട്ടെന്നല്ല ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മോൾക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് 5 മാസം കഴിഞ്ഞ് 6 മാസം ആവാൻ പോവാണ്. അതും ഇന്നലെ ഉണ്ടാവില്ല. എത്ര പെട്ടെന്നാണോ മതി ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്, അറിയുന്നേ ഇല്ല. പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ വലുതായിക്കൊണ്ടിരിക്കുക അല്ലേ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ, നവംബർ ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറും. പിന്നെന്തായിരുന്നു, ഞാൻ എന്തോ പറഞ്ഞപ്പോഴേ പറഞ്ഞേ. മോള് അത്തശ്ശിയുടെ അടുത്തുണ്ട് കേട്ടോ. അതിൻ്റെ കുട്ടുംപാട്ടൊക്കെ കേൾക്കാൻ തോന്നുന്നു. അത്തശ്ശി കൊച്ചിനെ കളിപ്പിക്കുന്നതാണ്. പിന്നെ ഇനിയിപ്പം നമ്മൾ ഇന്നലെ വൈകുന്നേരം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കറി വെച്ചില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം രാവിലെ ഒന്നും കറി വെച്ചില്ല. അതിൽ നിന്ന് കുറച്ച് ഫ്രൈ ചെയ്തിട്ടാണ് അഫിക്ക് ഒന്ന് കൊടുത്തു വിട്ടത്. അപ്പം കറി വെക്കണത് അതുകൊണ്ട്. അപ്പം ഈ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് കുറച്ച് പിടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കുറേ നാളായിട്ടോ അത് കഴിക്കാതെ. അപ്പോൾ ഒരു കൊതി അത് കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഫി പോണതിനും അഫിയോട് പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ നിനക്കൊരു സാധനം ഉണ്ടാക്കി വെക്കാട്ടോ എന്ന് പറഞ്ഞു. അവനാണെങ്കിൽ അതങ്ങനെ കഴിച്ചിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം അങ്ങോട്ട് പണ്ടങ്ങാണ്ട് ഉണ്ടാക്കിയപ്പോൾ കഴിച്ചതാണ്. നമ്മുടെ വീട്ടിലങ്ങനെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല ഈ പിടി. ഇപ്പോൾ കുറേ ആയി കഴിക്കാതെ കേട്ടോ, ഒത്തിരിയായി. അപ്പം ഇന്നെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അരിപ്പൊടിയൊന്നും ഇല്ല. അപ്പോൾ ഉമ്മച്ചി ഇനിയിപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ അഫി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും റെഡിയാവില്ല. ഞാൻ ഓർത്ത് എന്തായാലും ഇപ്പോൾ പോയിട്ട് കറി വെച്ച് വെക്കാം. പിന്നെ ഉമ്മച്ചി അപ്പോഴേക്കും പോയി അരിപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കിടക്കുന്നതൊക്കെയാണ്. ഞാനും മോളും ഇവിടെ ഇങ്ങനെ കൂടും. അഫി വരുന്നവരെ. അഫി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല. പിന്നെ അവരായി കുഞ്ഞിനോടുള്ളൊരു കളിയും ചിരിയും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ അവനെ പഠിപ്പിക്കൽ എന്നൊന്നും അങ്ങനെ പഠിപ്പിക്കാറൊന്നുമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്സ് കൊടുത്ത് പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ എഴുതും, അത്രേ ഉള്ളൂ പരിപാടി. അപ്പം അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം കിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് എഡിറ്റ് ചെയ്യും. പിന്നെ കൂടുതൽ എഡിറ്റ് ചെയ്യുന്നത് രാത്രി കേട്ടോ. അതാകുമ്പോഴത്തേക്കും അതാ കുറച്ചുകൂടി എനിക്ക് ഒരു നല്ല സമയമായിട്ട് തോന്നിയത് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ FB പേജിനെ കുറിച്ചിട്ട്. അഷ്ന അജ്മൽ തന്നെയാണ് കേട്ടോ FB പേജിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കുറേ നാളായാലും ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് മീൻസ് Q&A ഒക്കെ ഉള്ളപ്പോൾ ലാസ്റ്റ് അത് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വീട് മാറുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്കിനി കിച്ചണിലേക്ക് പോയിട്ട് ചിക്കൻ കറി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പീടി ഉണ്ടാക്കാം. ഓക്കെ. അങ്ങനെ പിന്നെ കിച്ചണിലേക്ക് പോയിട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് സവോളയും തക്കാളിയും പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. എപ്പോഴും തന്നെ പേസ്റ്റ് ആക്കാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബാക്കി പച്ചമുളക് കാര്യങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കി എടുത്തു. ഞാൻ മറ്റേ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാറില്ല. ഈ കത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല മൂർച്ചയാണ് ആ കത്തിക്ക്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ പാത്രം വെച്ചു. അത് ചൂടായപ്പോഴേക്കും
ആയപ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 2 പീസ് കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തു. പിന്നെ സവോളയും പച്ചമുളകും ഇട്ട് അതൊന്ന് വഴണ്ടി വന്നപ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുവാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, അതുപോലെ തന്നെ ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് നന്നാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കളർ നന്നായിട്ട് മാറി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പം ഈ ചിക്കൻ ഫ്രിഡ്ജിലിരുന്നായതുകൊണ്ട് നമ്മൾ കുറേ നേരത്തെ എടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് ഒരു കട്ടയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഞാൻ ഈ താളിക്കാനുള്ള എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും ഇട്ട് ഒരിത്തിരി ഉലുവയും കൂടി ചേർത്തിട്ട് അതൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോഴേക്കും അഫി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മിച്ച് പോയിട്ട് അരിപ്പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പിടി ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ പൊടി നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉമ്മിച്ച് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്ത് നല്ല സെറ്റായിട്ട് അത് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആവിയൊക്കെ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മഞ്ഞ കളറിലും ഉണ്ടാക്കാം, അതുപോലെ തന്നെ വെളുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കാതിരുന്നാൽ മതി. പക്ഷെ നമുക്ക് എപ്പോഴും ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുത്തേ ഉള്ളൂ. അപ്പം നന്നായിട്ട് അതൊന്ന് വാട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മാറ്റി വെക്കട്ടെ ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഉമ്മിച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി പൊളിക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരവി എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് ചൂടാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, സ്ലാപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ കുഴച്ച് നല്ല 2 ഉണ്ടയൊക്കെ എടുത്തിട്ട് അതിൽ നിന്നാണ് പിന്നെ നമ്മളെ ചെറിയ ഉണ്ടാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മിച്ച് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിൽ നടുക്കൊരു കുത്തു കൊടുത്തിട്ട് അങ്ങനെ ഇടാൻ കേട്ടോ. അപ്പോൾ അത് മൊത്തം അങ്ങനെയാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഉമ്മിച്ച് അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും പോയിട്ട് അടുത്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ ഉള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചായിരുന്നു എന്ന്. അപ്പോൾ ഞാനത് ചെയ്തു, ഉമ്മിച്ച് ഇതും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ അത് പെട്ടെന്ന് തന്നെ റെഡിയായി. നമ്മൾ ആ കുഴച്ചെടുത്തത് ഫുള്ള് അങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് നടുക്കൊരു കുത്തു കൊടുക്കും, അവിടെ ഇടും. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഞാനും പോയിട്ട് ഇരുന്ന് ഉള്ളിയൊക്കെ പൊളിച്ച് റെഡിയാക്കി എടുത്തു. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം തേങ്ങ അരച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങ, അതുപോലെ തന്നെ ചെറിയുള്ളി, പിന്നെ കുറച്ച് ചെറുജീരകം ഉണ്ടല്ലോ, അതും കൂടിയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. അങ്ങനെ അതും അരച്ചെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു വെക്കുക കേട്ടോ. ഇത് നമ്മളിപ്പം ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അതിനകത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിലൊഴിച്ചു വെച്ചു. പിന്നെ രണ്ടായിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മറ്റേതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടാണല്ലോ കുഴച്ചാൽ ചെറിയ ഉണ്ടയാക്കിയത്. പക്ഷേ ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇടാതെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മഞ്ഞ കളർ കിട്ടില്ല, വെളുപ്പമല്ല മഞ്ഞയില്ലാത്തൊരു കളറിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്കും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലും കളറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ, അതായത് ഈ ഫോണിൽ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലും മഞ്ഞ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ ചെറിയ ഉണ്ടകളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ തെറിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടക്കിടുക. അതാണ് ഉമ്മിച്ച് കൈ ഇങ്ങനെ പൊക്കി വിടുന്നത് കേട്ടോ. അപ്പം അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി ഇങ്ങനെ പിടിക്കാതെ നന്നായിട്ട് തന്നെ അത് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഇപ്പം നമ്മളത് കുറുകി വരുമ്പോൾ നമുക്കറിയാലോ അത് വെള്ളം ഓവറാണോ അതോ ഇങ്ങനെ കുഴമ്പ് തീരെ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് സെറ്റായിക്കോളും. അങ്ങനെ നന്നായിട്ട് തന്നെ അത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മിച്ചും കൂടെ ചേർന്ന് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് പാകമായി കഴിയുമ്പോൾ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ എണ്ണയിലേക്ക് നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ ആ ഒരു പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ നന്നായിട്ട് അതൊന്ന് ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ പിടിയും കോഴിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചു. പിന്നെ അടുക്കള ഫുള്ള് ഇങ്ങനെ മെസ്സായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴിച്ചാലാണ് ഒരു തൃപ്തിയുള്ളൂ. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നിധിമോൾ അപ്പോഴേക്കും ഒരുറക്കം കൂടെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. പിന്നെ അഫിക്കാണെങ്കിൽ വന്ന സമയത്ത് ഞാൻ രാവിലത്തെ നെയ്ച്ചോറുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊന്ന് അവന് ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനിപ്പോൾ വിശക്കണില്ല, പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു 8 മണിക്കുള്ളിൽ മാക്സിമം ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ എല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അഫി മാത്രം കഴിച്ചില്ല. അഫി പിന്നെ കിടക്കാൻ നേരത്താണ് കേട്ടോ കഴിച്ചിട്ട് കിടന്നത്. അവൻ ആ നെയ്ച്ചോറ് കഴിച്ചുകൊണ്ട് വിശക്കണില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡൊന്നും അല്ല ഇത്. പക്ഷേ കുറേ നാൾ കൂടി കഴിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല രുചിയുണ്ടായിരുന്നു. കുറേ നാളിന് മുമ്പാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അതായത് നമ്മൾ ആ മഞ്ചിക്കൽ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പണ്ടങ്ങാണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ വേറെ എവിടെ നിന്നും കഴിച്ചതായിട്ട് ഞാൻ ഓർക്കണമില്ല. അങ്ങനെ പിടിയും അതുപോലെ തന്നെ ചിക്കനും കൂടി ഇത് എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ കുഴമ്പ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം, ആ കട്ട കഴിക്കുന്നതിനെക്കാട്ടിലും. അങ്ങനെ കഴിച്ചു. എന്തായാലും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ. ആ ഒരു നല്ല ചൂടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയും മാമായൊക്കെ വന്ന് നമ്മൾ കുറേ സമയമൊക്കെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ മുമ്പ് വെറുതെ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും പിള്ളേരൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞാവ കരയുവാട്ടോ, ചെറുതായിട്ട് കേട്ടോ. ചെറുതായിട്ടൊന്നുമില്ല, വലുതായിട്ടൊക്കെ കരയും. അപ്പം മാമായും അമ്മായി വിളിച്ചോണ്ട് വരാട്ടോ. ബൈ ബൈ. പോലടാ അതിന്റെ കൊടുത്തിട്ട് വാങ്ങും. അപ്പം മാമായും അമ്മായി വന്നിട്ടുണ്ട്. ഇല്ല മാമായും അമ്മായി വന്നിട്ടുണ്ട്. അപ്പൊ അവര് ഫുഡ് കഴിക്കണം. അപ്പൊ ഇവിടെ കരഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാണ് കേട്ടോ. അപ്പൊ എന്താ വേറെന്താ വിശേഷം പറയും? വിശേഷം ഇതൊക്കെ മിണ്ടാത്തോണ്ട് കുഞ്ഞാറാണ്. എന്താ പെണ്ണേ? അതാ നിന്നെ പിടിക്കുന്നത്. നമ്മുടെ കുഞ്ഞുപെണ്ണ് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു ഡേ ഇൻ ലൈഫ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. I love you. I love you.